കൊച്ചിയിൽ GCDA എക്സിക്യൂട്ടീവ് മീറ്റിംഗിനിടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. നൃത്തപരിപാടിക്ക് അനുമതി നൽകിയതിൽ വീഴ്ചയാരോപിച്ച് GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ളയെ യൂത്ത് കോൺഗ്രസ് ഉപരോധിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായുണ്ട്. അശ്വിൻ, നേരത്തെ യോഗം ചേർന്നിരുന്നു, പ്രത്യേക എക്സിക്യൂട്ടീവ് യോഗമാണ് ചേർന്നത്. ഈ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെയർമാന്റെ നിർബന്ധത്തിന് കീഴടങ്ങിയാണ് ഇത്തരത്തിലേക്ക് സ്റ്റേഡിയം വിട്ടു നൽകിയത് ഈ പരിപാടിക്ക് എന്ന തരത്തിലേക്ക്. അതിൽ വിജിലൻസിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെടുന്നു. പരാതികൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിലവിൽ അവിടെ സംഭവിക്കുന്നത്? വളരെ അപ്രതീക്ഷിതമായാണ് GCDയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടക്കുന്ന ഹാളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഉമാ തോമസ് MLAയുടെ അപകടത്തിന് പിന്നാലെ GCDA യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ ആരോപണം. അത് എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടിച്ച് ഈ ഹാളിനുള്ളിലേക്ക് കയറിയത്. എന്തായാലും ഈ പ്രവർത്തകരെ ഇപ്പോൾ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചെത്തുമ്പോൾ ഒരു പോലീസ് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് തീർത്തും അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധമെന്ന് പറഞ്ഞത്. പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന് പോലും ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ഏതായാലും ഇപ്പോൾ GCDA ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഈ ഹാളിലുണ്ട്. MLA അടക്കമുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്. ഇവരെല്ലാം ഉപരോധിച്ചുകൊണ്ടാണ് അല്പസമയവും പ്രതിഷേധം നടന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോഴും ഈ മീറ്റിംഗ് ഹാളിൽ തുടരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നതാണ്. ഇവരെ ഈ ഹാളിൽ നിന്ന് പുറത്തേക്ക് മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് പോലീസിനുള്ളത്. പോലീസിന്റെ നടപടികൾക്ക് വഴങ്ങാത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഈ ഹാളിൽ നിന്നും പോലീസ് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് നീക്കുന്നത്. അതിനും വഴങ്ങുന്നില്ല. അല്പസമയം മുമ്പ് GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഉദ്യോഗസ്ഥരുമായുള്ള ഒരു തർക്കത്തിന്റെയൊക്കെ ഉടലെടുപ്പ് കൂടി ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഒപ്പം ഈ മൃദംഗ വിഷയം ന്യായീകരിച്ചുകൊണ്ടുകൂടി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. മൃദംഗ വിഷയം ചെയ്തത് തെറ്റല്ല, അവർ നന്മയുള്ള പ്രവൃത്തിയാണ് ചെയ്തത്, അത് നല്ല കാര്യമാണ്, അതിനെ തെറ്റായി കാണേണ്ടതില്ല, അവർ തട്ടിപ്പുകാരല്ല എന്നടക്കമുള്ള ന്യായീകരണം പോലും GCDA വഞ്ചനാക്കുറ്റത്തിന് പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ പോലും GCDA ചെയർമാൻ പറയുന്ന ഒരു സാഹചര്യം കൂടി അല്പസമയം മുമ്പുണ്ടായിരുന്നു. അതിലൊക്കെ പ്രകോപിതരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് അല്പസമയം മുമ്പ് ഈ GCDA ഹാളിലേക്ക് GCDയുടെ സ്വന്തം കെട്ടിടത്തിൽ 2ാം നിലയിലെ ഈ കോൺഫറൻസ് ഹാളിലേക്ക് ഇടിച്ചു കയറിയത്. എന്തായാലും മീറ്റിംഗ് പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അവർ അറസ്റ്റ് നടപടികൾക്ക് വഴങ്ങാതെ പോലീസുമായി ബലം പ്രയോഗിക്കുന്നു. പുറത്തേക്ക് പോയ പ്രവർത്തകർ വീണ്ടും അകത്തേക്ക് ഇടിച്ചു കയറി വരുന്നു. എന്തായാലും ഈ സമരവുമായി ബന്ധപ്പെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് GCDയുടെ ഭാഗത്തു നിന്ന് നടപടികളൊന്നുമില്ല. ഇപ്പോഴും GCDA നോക്കുകുത്തിയായി നിൽക്കുന്നു. അപകടം ഉണ്ടാക്കിയവരെ അല്ലെങ്കിൽ അതിന് കാരണക്കാരായ നടപടികൾ സ്വീകരിക്കാത്തവരെ GCDA സംരക്ഷിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. എന്തായാലും ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെയും പൂർണ്ണമായ ആളുകളെ ഇവിടെ നിന്ന് അറസ്റ്റ് നീക്കാൻ പോലീസിന് ആയിട്ടില്ല. ഇനിയിപ്പോൾ അധികം വൈകാതെ ഈ 2 പേർ കൂടിയാണ്, 2 യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കൂടിയാണ് 3 യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളാണ് ഇപ്പോൾ നിലവിൽ ഈ സമരവുമായി ഈ ഹാളിലുള്ളത്. അവരെ കൂടി നീക്കിയാൽ ഈ പ്രതിഷേധവുമായി എത്തിയ പൂർണ്ണമായ ആളുകളെ അറസ്റ്റ് ചെയ്ത് തന്നെ ഈ ഹാളിൽ നിന്ന് നീക്കാനാകും. അതിനുശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റി തുടരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ചില നിർണായക തീരുമാനങ്ങളടക്കം ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാകും എന്ന് GCDA ചെയർമാൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആ നിർണായക തീരുമാനങ്ങളടക്കം എടുക്കേണ്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഏറ്റവും പ്രാഥമികമായി അവർ ഉന്നയിക്കുന്ന ഒരു വിഷയം, ഈ സ്റ്റേഡിയത്തിൽ ഒരു പരിശോധന നടത്താൻ പോലും GCDയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇതുവരെ തയ്യാറായിട്ടില്ല. അത്രത്തോളം നിഷ്ക്രിയമായി ഈ അപകടത്തെ അവർ ഈ വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഉന്തും തള്ളുമാണ് നടക്കുന്നത്. ഈ അറസ്റ്റിന് വഴങ്ങാത്തത് തന്നെയാണ് പോലീസിന് കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരുന്നത്. ഇതിനകത്ത് ഈ ഹാളിനകത്തൊരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇപ്പോഴും ഈ ബലപ്രയോഗം പൂർണ്ണമായി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ആളുകളെ പൂർണ്ണമായി തന്നെ ഇതിനോടകം പോലീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി ജില്ലാ നേതാവായിട്ടുള്ള ഒരാളെ കൂടി കൊണ്ടുപോകുന്ന ഇതിനോടകം പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഈ മീറ്റിംഗ് ഹാളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പുറത്ത് പ്രതിഷേധം തുടരുന്നുമുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തുടരുമോ, മറ്റ് നിർണായക തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട കമ്മിറ്റിയാണ് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തതാണ്. എന്തായാലും പ്രതിഷേധക്കാരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് തന്നെ നീക്കിയിട്ടുണ്ട്. ഈ പോലീസ് അടക്കം ഇല്ലാതിരുന്ന അത്രത്തോളം രഹസ്യമായി യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പരിപാടിയാണ്. അതിലേക്കാണ് ഇപ്പോൾ പോലീസ് എന്തായാലും പൂർണ്ണമായ ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പുറത്ത് പോലീസുമായുള്ള ഉന്തും തള്ളും ഇപ്പോഴും തുടരുകയാണ്. ഈ അറസ്റ്റിന് വഴങ്ങാതെ, ഈ ഹാളിൽ നിന്ന് പുറത്തു പോകാൻ വഴങ്ങാതെ പോലീസിന്റെ പിടിയിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും അവരുമായി തർക്കത്തിലേർപ്പെടുന്നതും ഉന്തും തള്ളും സൃഷ്ടിക്കുന്നതുമൊക്കെ ഇപ്പോഴും ഹാളിന് പുറത്ത് നടക്കുകയാണ്. എന്തായാലും
വലിയ പ്രതിഷേധം, അപ്രതീക്ഷിതമായൊരു പ്രതിഷേധം. GCDA ഹാളിനുള്ളിലേക്ക് ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചു കയറുമെന്നും മീറ്റിംഗ് തടസ്സപ്പെടുത്തി GCDA ചെയർമാനെ അടക്കം ഉപരോധിക്കുന്ന നടപടികളിലേക്ക് ഇവർ കടക്കുമെന്നും ആരും വിചാരിച്ചിരുന്നതല്ല. ഇന്ന് രാവിലെയും സാധാരണഗതിയിൽ GCDA ചെയർമാൻ അടക്കമുള്ള ആളുകൾ എത്തുകയായിരുന്നു. എന്തായാലും ആ പ്രതിഷേധക്കാരെ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. ഇനിയും തുടർന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ നടപടികൾ എടുക്കാത്തിടത്തോളം കാലം GCDAക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകും. ഒപ്പം ഇന്ന് വിജിലൻസിനടക്കം GCDAയുടെ ചില നടപടികളിൽ പരാതി ഉണ്ടായിരുന്നു. അത് അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് GCDA ചെയർമാന്റെ നിലപാട്. ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ പോലീസ് പിടിച്ച് എക്സിക്യൂട്ടീവ് ഹാളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ GCDA ഓഫീസിന് മുന്നിൽ വീണ്ടും പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ എറണാകുളം ACP കൂടി ഈ പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തുകയാണ്. പോലീസിന്റെ ഭാഗത്ത് ഒരു വീഴ്ച സംഭവിച്ചു എന്നുകൂടി നമുക്ക് പ്രഥമദൃഷ്ട്യാ മനസ്സിലാകും. കാരണം GCDA MLA-മാരടക്കം പങ്കെടുക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആണ്. 2-3 MLA-മാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. അവരടക്കം ഉൾപ്പെടുന്ന ഒരു പരിപാടിയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള കാര്യം അറിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ ഗുരുതര വീഴ്ചയാണ്. എന്തായാലും ആ പ്രതിഷേധം ആരംഭിച്ച് GCDA ചെയർമാനെ ഉപരോധിച്ച ശേഷമാണ് പോലീസ് അടക്കം ഇവിടെ എത്തിയത്. ഇപ്പോൾ ഈ ACPയുടെ വാഹനത്തിലാണ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ കൊണ്ടുപോകുന്നത്. പോലീസിന്റെ കൃത്യമായ സൗകര്യങ്ങൾ, വാഹന സൗകര്യങ്ങൾ പോലും ഈ സ്ഥലത്ത് ഒരുക്കിയിരുന്നില്ല എന്നുള്ളത് കൂടി വ്യക്തമാണ്. അല്പസമയം ഈ സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി എത്തിയ ACPയുടെ വാഹനത്തിലാണ്, എറണാകുളം സെൻട്രൽ ACPയുടെ വാഹനത്തിലാണ് ഈ പ്രതിഷേധക്കാരെ മടക്കിക്കൊണ്ടുപോകുന്നത്. എന്തായാലും പ്രതിഷേധം അവസാനിച്ചു എന്ന് പറയാനാവില്ല. കാരണം യൂത്ത് കോൺഗ്രസിന്റെ ഏതാനും പ്രവർത്തകർ മാത്രമാണോ, ഒരുപക്ഷെ കൂടുതൽ പ്രവർത്തകർ ഇനി പ്രതിഷേധമായി എത്തുമോ എന്നുള്ളതടക്കം ശ്രദ്ധേയമാണ്. കാരണം അത്രത്തോളം പ്രകോപിതരാണ്. ഇന്നിപ്പോൾ മൃദംഗാഭിഷനെ ന്യായീകരിച്ചുകൊണ്ടുകൂടി GCDA ചെയർമാന്റെ പ്രസ്താവന വന്നതോടുകൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിതരാണ്. ഇപ്പോൾ നിലവിൽ പ്രതിഷേധവുമായി എത്തിയ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ പുനരാരംഭിക്കുകയും ചെയ്യും. അനുജ, അശ്വിനി, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇത്തരം വിവാദമായ വിഷയങ്ങളൊക്കെ ചർച്ചയാകുമോ? എന്താണ് K. ചന്ദ്രൻപിള്ളയുടെ ഈ വിഷയത്തിലുള്ള വിശദീകരണം? ഉദ്യോഗസ്ഥരുടെ ആവശ്യം മറികടന്നുകൊണ്ട് അങ്ങനെ തീരുമാനമെടുക്കാൻ ഭരണസമിതിക്ക് കഴിയും എന്നതടക്കം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായും ഈ ഉമാ തോമസ് MLA-യുടെ അപകടത്തിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾ ഒരു തർക്കത്തിലേക്ക്, GCDA-യിലെ ഉദ്യോഗസ്ഥരും ഒപ്പം ഭരണസമിതിയും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് വ്യക്തവുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ അല്പസമയം മുമ്പ് തേടുകയും ചെയ്തതാണ്. അതിൽ ഈ സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2026 വരെ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കരാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് കായികേതര ആവശ്യങ്ങൾക്ക് വേണ്ടി സ്റ്റേഡിയം വിട്ടുകൊടുക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം GCDA-യുടെ തന്നെ എസ്റ്റേറ്റ് വിഭാഗം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ട് ഈ GCDA ചെയർമാൻ തന്നെയാണ് ഈ സ്റ്റേഡിയം മൃദംഗാഭിഷന് വേണ്ടി വിട്ടു നൽകാം എന്നൊരു കുറിപ്പ്, ഈ എതിർപ്പ് നൽകിയുള്ള കുറിപ്പിന് താഴെ GCDA ചെയർമാൻ കുറിച്ചത്. അതിന് പിന്നാലെയാണ് മൃദംഗാഭിഷന് വേണ്ടി ഈ സ്റ്റേഡിയം അനുവദിച്ചത്. അതിലാണ് ഇന്ന് GCDA ചെയർമാൻ ഒരു എതിർപ്പ് പരസ്യമായി, ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ പരസ്യമായി എതിർപ്പ് പരസ്യമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾ അന്തിമമല്ല, അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾക്ക് വഴങ്ങാൻ വേണ്ടി മാത്രമല്ല ഭരണസമിതി ഇവിടെ ഇരിക്കുന്നത്, അതിനു മുകളിലേക്ക് തീരുമാനമെടുക്കാൻ ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അധികാരമുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും അങ്ങനെ ഒരു പരസ്യ തർക്കത്തിലേക്ക് കൂടി പോകുന്നു. ഒപ്പം കൊച്ചി മേയർക്കെതിരെ കൂടി അദ്ദേഹം ഇന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഈ സംഭവത്തെക്കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ളതായിരുന്നു കൊച്ചി മേയറുടെ ആദ്യ നിലപാട്. അതിനുശേഷം അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് വന്നു. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പരാതി ഇവിടുന്ന് കിട്ടിയെടുക്കും. പരാതി തരുന്ന പറഞ്ഞു, പരാതി ഉണ്ടെന്ന് പറഞ്ഞു. കൊടുക്കണ്ട അറിഞ്ഞു. ഞങ്ങള് പോലീസ് വന്നപ്പോഴത്തേക്കും ഇത്തിരി ഇൻഫർമേഷൻ കിട്ടി. ഞങ്ങൾ അപ്പൊ തന്നെ വന്നു. ഇല്ല അല്ല, അത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ തന്നെ പോലീസ് വന്നു. ഓക്കെ,